നീ ആദ്യം മാന്യമാണെന്ന് പറഞ്ഞു നോക്ക്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാന്യതകേട് കാണിക്കാം. ചെല്ല്. അറിയിക്കണ്ടെന്ന് ഞാൻ മനഃപൂർവ്വം തീരുമാനിച്ചതാ. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. എന്നെ അപ്പപ്പോ വിവരങ്ങൾ വിളിച്ചറിയിച്ചാൽ മതി. വസുമതി മാഡത്തെ അവരിപ്പം ബ്ലോക്ക് ചെയ്യും മാഡം. ഇനി ഈ റൗണ്ട് തുക വിളിച്ചു കയറ്റാൻ അവർ സമ്മതിക്കില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല എന്നറിയാവുന്നതുകൊണ്ട് മാറി നിൽക്കുന്ന. എന്നാലും ഇതാര് വാങ്ങിക്കുമെന്നൊന്ന് അറിയണമായിരുന്നു. അതെനിക്ക് മനസ്സിലായി മാഡം. അതാ ഞാൻ ഓരോ വിവരവും പെട്ടെന്ന് തന്നെ വിളിച്ചറിയിക്കുന്നത്. ശരി. ശരി, ഞാൻ വിളിക്കാം. വസുമതി ആന്റി നല്ല ഫോമിലാണല്ലോ. പിന്നെ നിനക്കൊക്കെ മാത്രം ഫോമായ മതിയോ? നീ മാത്രം അങ്ങ് ഫോമായ മതിയോന്ന്. ലേലം വിളിച്ച് ഉറപ്പിക്കുമെന്നുള്ള മട്ടിലാണല്ലോ വിളി പോകുന്നത്. ഞാനിത് തിരിച്ചു പിടിക്കാൻ തന്നെയാ പോകുന്നത്. അതിനുള്ള പണവും കരുതിയിട്ടുണ്ട്. രേഖാമൂലം അതെല്ലാം വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുമുണ്ട്. തിരിച്ചു പിടിച്ചിട്ട് മരുമകൾ പ്രീതിക്കും മകൻ അർജുനുമൊപ്പം സത്യഭാമയുടെ വീട്ടിൽ കയറി താമസിക്കണം. അങ്ങനെ ഒരു മധുര പ്രതികാരം വീട്ടണം. ഉപേന്ദ്രൻ മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നത് ചില ലക്ഷ്യങ്ങൾ വെച്ചാണ്. അതിലൊരു ലക്ഷ്യമാണ് ഈ വീടും ഈ വീടിന് ചുറ്റുമുള്ള ഏക്കർ കണക്കിന് സ്വത്തും. അതിന് തടസ്സം നിൽക്കാനാണ് ഭാവമെങ്കിൽ മകൻ വെള്ള തുണിയിൽ കൺമുമ്പിൽ പൊതിഞ്ഞു കിടക്കുന്ന കാണണോ? അതോ മരുമകളും മകനും കൂടി ഒരു കാർ ആക്സിഡന്റിൽ ലോറിക്കടിയിൽ ചതഞ്ഞരഞ്ഞു കിടക്കുന്ന കാണണോ? പറയുന്നത് ഉപേന്ദ്രനാ. പറയുന്നത് ചെയ്ത് കാണിക്കാൻ തന്റെ ഇടമുള്ള ഉപേന്ദ്രൻ. 15 കോടി 13 ലക്ഷം രൂപയ്ക്ക് ലേലം ഞങ്ങൾ ഉറപ്പിക്കും. ഇനിയൊരൊക്കെ നീ ഇവിടെ നിന്ന് വിളിച്ചാൽ നീയും തീരും, നിന്റെ മകനും തീരും. അങ്ങോട്ട് നോക്ക്. അപ്പൊ എങ്ങനാ വസുമതി ആന്റി? ഉള്ള നേരത്ത് വീട് പറ്റാൻ നോക്കല്ലേ? ഇങ്ങോട്ടൊന്ന് മാറുമോളെ. മേഡം, ഒരാളെയും നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ നിൽക്കുന്ന സകലരും ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നവരാ. എന്നുവെച്ചാ ഒരു ഇല ഇവിടെ അനങ്ങണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം. പിന്നെ നിന്റെ മകൻ വക്കീലാന്നുള്ള നെകിളിപ്പൊന്നും ഇപ്പോ ഇവിടെ വേണ്ട. പിന്നെ 2 മിനിറ്റ് മതി. ഒന്നാവർത്തി മൂക്ക് പൊത്തിപ്പിടിച്ച തീരാവുന്ന ജീവൻ മാത്രമേ നിന്റെ മകന്റെ ഉള്ളിലുള്ളൂ.
ഇവിടെ കോടികൾ കൊണ്ടുള്ള കളിയാ നടക്കുന്നത്. കോടി പൊതച്ച് മകൻ കൺമുന്നിൽ കിടക്കുന്ന കാണുണ്ടെങ്കിൽ എത്രയും വേഗം സ്ഥലം കാലിയാക്കിക്കോണം ഇവിടുന്ന്. അറിയാലോ എന്നെ, ഇനിയൊരു പറച്ചിലില്ല, ചെയ്യിക്കലേ ഉണ്ടാവും. എന്താ നിന്റെ ഉദ്ദേശം? പറയടി. ഞാൻ പൊക്കോളാം. എന്റെ മകനെ ഒന്നും ചെയ്യരുത്. അനുസരണ ഉള്ളവരെ ഞങ്ങൾക്ക് വലിയ കാര്യമാ. എന്നാ പിന്നെ പോവല്ലേ? ഇത്രയേ ഉള്ളൂ ഇവളുടെ കാര്യം. ഓക്കെ, അങ്ങോട്ട് നിൽക്കാം. വാ മോളെ. എന്തായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ? വസുമതി ആന്റി സുല്ലി പറഞ്ഞു പോയി. ഇനിയിപ്പോ ലേലം രോഹിത് വിളിച്ച് ഉറപ്പിക്കും മാഡം. തടസ്സങ്ങളെല്ലാം അവര് നീക്കി കഴിഞ്ഞു. ഒടുവിലത്തെ കരുവും അവര് വെട്ടിമാറ്റി കഴിഞ്ഞു. ഇനിയിപ്പോ എതിരില്ലാതെ ശത്രുക്കള് വിജയികളാകുന്ന കാഴ്ച മാത്രമേ ഇനി കാണാനുള്ളൂ. മാഡം ശരി. ലേലം 15 കോടി 13 ലക്ഷം രൂപയ്ക്ക് രോഹിത് എന്നയാൾ വിളിച്ചു നിർത്തിയിരിക്കുന്നതിൽ നിന്ന് ലേല നടപടികൾ പുനരാരംഭിക്കും. 15 കോടി 13 ലക്ഷം രൂപ ഒരു തരം, 15 കോടി 13 ലക്ഷം രൂപ രണ്ട് തരം, 15 കോടി 13 ലക്ഷം രൂപ രണ്ട് തരം. ഇനി വിളിക്കാനൊന്നും ആരുമില്ല. അതിലങ്ങ് ഉറപ്പിക്കും സാറേ. എന്നാലും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോണമല്ലോ. ഒടുവിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി വിളിച്ചു ചോദിച്ച് രോഹിത്തിന്റെ പേരിൽ നമുക്കങ്ങ് ഉറപ്പിക്കാം. ലേലം ഇപ്പൊ ഉറപ്പിക്കും. വീട് നമുക്ക് തന്നെ. ഇനി 2 എണ്ണം കട്ടിക്ക് അടിക്കണം. അത്രയ്ക്കും ഇന്ന് പണിയെടുത്തിട്ടുണ്ട്. 15 കോടി 13 ലക്ഷം രൂപ രണ്ട് തരം, 15 കോടി 13 ലക്ഷം രൂപ രണ്ട് തരം, 15 കോടി 13 ലക്ഷം രൂപ, 15 കോടി 14 ലക്ഷം രൂപ. ഞാൻ സുബൈർ, ഒരു പ്ലാനറാ. ഒരു ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്നുണ്ട്, നൂർജഹാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി. പതിനഞ്ച് കോടി 14 ലക്ഷം ഒരു തരം, ചിറ്റപ്പ ഇയാളാരാ? നിനക്കറിയാവോ ഈ കുപ്പി നിറങ്ങിയ ഭൂതം ആരാണെന്ന്? എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ വിഷ്ണു ഇപ്പൊ ലോറി ഡ്രൈവറായിട്ട് പോകുന്നത് ഇയാളുടെ കമ്പനിയിലാണ്. അപ്പൊ വീട് തിരിച്ചു പിടിച്ച് തന്റെ ഡ്രൈവറെ ഏൽപ്പിക്കാനുള്ള വരവാ. ഇവനപ്പോ ഇതും കൊണ്ടേ പോവും.
കൂട്ടി വിളിച്ച് നമ്മുടെ സ്വപ്നം തകർക്കാനാണ് ഇവന്റെ ഉദ്ദേശമെങ്കിൽ തീർക്കണം, ഇവിടെ ഇട്ട് തന്നെ. നോക്കാം അയാളുടെ വിളി എങ്ങോട്ടാ പോകുന്നതെന്ന്. തെക്കോട്ടെടുപ്പിക്കാനുള്ള വിളിയാണ് അയാൾ വിളിക്കുന്നതെങ്കിൽ പിന്നൊന്നും ആലോചിക്കണ്ട. ഒരു കുഞ്ഞും അറിയാതെ ഇയാളെ തെക്കോട്ടേക്ക് തന്നെ എടുക്കണം. ബദ്ര, അകത്തളത്തില് ഇവനും കൂടി ഇരിക്കാനുള്ള സീറ്റ് തരപ്പെടുത്തിക്കോ. ഇവൻ നമ്മുടെ കൈക്ക് പണിയാ. ഇറച്ചി മണ്ണ് പറ്റിക്കാനായി ഓരോരുത്തരും ഇങ്ങനെ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? കയ്യിൽ മനുഷ്യക്കറ പറ്റിപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആയുസ് എടുത്തു എന്നും പറഞ്ഞ് ചാവേറായി വരുന്ന ഇവനെയൊക്കെ കൊല്ലാതെ മറ്റു മാർഗമില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും ചന്ദ്രബോസ്? ചിറ്റപ്പ, ഇനി ഒന്നും ആലോചിക്കാനില്ല. കോടികൾ വാരിയെറിഞ്ഞ് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുക നമ്മള്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആര് തടസ്സം നിന്നാലും അത് ഒഴിവാക്കുക തന്നെ വേണം. ഇവിടെയും ആ ഒരു തടസ്സം ഞാൻ കാണുന്നുണ്ട്. എങ്കിലേ ആ തടസ്സം ഉടനെ അങ്ങ് നീക്കിയേക്കാം ഈ ഭൂമിയിൽ നിന്ന് എന്ന് നീക്കുവായി. ഹലോ മാഡം, വസുമതി ആന്റി പരാജയപ്പെട്ടതോടെ സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും ഒക്കെ ലേലം ഉറപ്പിക്കുമെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ സുബൈർ എന്നൊരു ലോറി മുതലാളി എത്തി. സുബൈർക്ക് അത് വിഷ്ണുവേട്ടന്റെ? അതെ മാഡം, നൂർജഹാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്ന അതേ സുബൈർക്ക് തന്നെ. ജീവൻ വരെ അപകടത്തില്. അവരത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ ഞാൻ ഈ വിവരം എത്രയും പെട്ടെന്ന് വിഷ്ണുവേട്ടനെ വിളിച്ചറിയിക്കട്ടെ. ഇന്ന് ലേലമാണെന്നുള്ള വിവരം മനഃപൂർവ്വം ഞാൻ വിഷ്ണുവേട്ടനെ അറിയിക്കാതിരുന്ന. വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ ഇപ്പൊ സുബൈറിക്കയുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ വിഷ്ണുവേട്ടനെ അറിയിച്ചേ പറ്റൂ. കാരണം വിഷ്ണുവേട്ടന് വേണ്ടി സുബൈർക്ക് അവിടെ വന്നിരിക്കുന്ന ആ ജീവൻ ഒരു ആപത്തും വരാതെ നോക്കാൻ വിഷ്ണുവേട്ടന് കഴിയണം. വിഷ്ണുവേട്ടൻ അവിടെ വരണോ അനു? എങ്കിലേ കാര്യങ്ങൾ നേരാവണ്ണം ശരിയാവും. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അനുവയ്ക്കാം. ആശാനെ, നമ്മളിത് പൊന്നു പോലെ നോക്കുന്നേ. ഇനിത് വിട്ടുകൊടുക്കാന്നൊക്കെ പറഞ്ഞാ നടക്കില്ല. ആശാനെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി ഇത് വില കൊടുത്ത് അങ്ങ് വാങ്ങിയാലോ? കഴുകു. ശാലിനി. വിഷ്ണുട്ടാ, ഇന്നാണ് നമ്മുടെ വീടിന്റെ ലേലം. വിഷ്ണുട്ടാ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നഷ്ടമായത് തന്നെയാ. പക്ഷെ അവിടെ ഇപ്പൊ വിഷ്ണുവേട്ടന് വേണ്ടിയാവണം ആ വീട് തിരിച്ചെടുക്കാൻ സുബൈർക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സുബൈർക്കോ? അതെ, വീട് തിരിച്ചു പിടിച്ച് വിഷ്ണുവേട്ടന് തിരികെ തരാൻ വേണ്ടി തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കമല, എന്താ ചനെ? കേറാ. എന്താ ചനെ? എന്താ പ്രശ്നം? ഇതൊരു കൊട്ടേഷനാടാ. ദൈവം എനിക്ക് അറിഞ്ഞു വന്നൊരു കൊട്ടേഷൻ. കൊട്ടേഷനോ? നീ കേറാ.
15 കോടി 15 ലക്ഷം രൂപ. 15 കോടി 15 ലക്ഷം രൂപ ഒരു തരം. 15 കോടി 15 ലക്ഷം രൂപ രണ്ട് തരം. 15 കോടി 15 ലക്ഷത്തി 50. 15 കോടി 15 ലക്ഷത്തി 50 ഒരു തരം. 15 കോടി 15 ലക്ഷത്തി 50 രണ്ട് തരം. എവിടേക്കാണ് ഈ പോക്ക്? സുബൈറിനെ ലോക്ക് ചെയ്യാതെ ഒരു മാർഗവുമില്ല. ഓട്ടിക്കോ, ഇല്ലെങ്കിൽ എല്ലാ പദ്ധതിയും പാളും. പതിനഞ്ച് കോടി 15 ലക്ഷത്തി 500. 15 കോടി 15 ലക്ഷത്തി 500 ഒരു തരം. 15 കോടി 15 ലക്ഷത്തി 500 രണ്ട് തരം. 15 കോടി 15 ലക്ഷത്തി 550. 15 കോടി 15 ലക്ഷത്തി 550 ഒരു തരം. 15 കോടി 15 ലക്ഷത്തി 550 രണ്ട് തരം. വിളിക്കണോ? പതിനഞ്ച് കോടി 16 ലക്ഷം. 15 കോടി 16 ലക്ഷം. 15 കോടി 16 ലക്ഷം രൂപ ഒരു തരം. ഹലോ ഹലോ, സുബൈർ അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? നൂർജഹാൻ നിങ്ങളുടെ മകളല്ലേ? അതെ. നൂർജഹാൻ ഇപ്പോ വളരെ വലിയൊരു അപകടത്തിന്റെ വക്കിലാണ്. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ആ തിരക്കിൽ നിന്നൊന്ന് ഒഴിഞ്ഞു നിൽക്കാമോ? സ്വന്തം മകളുടെ ജീവന്റെ കാര്യമല്ലേ, ഒരല്പം ശ്രദ്ധ കാണിക്കാൻ പാടില്ലേ? ആ ബഹളത്തിൽ നിന്ന് നിങ്ങൾ ആ വീടിന്റെ പിറകിലേക്ക് മാറി നിൽക്ക്. അയാളിപ്പോ വരും. അവൻ വന്നാ അകത്തോട്ടെടുത്തോ. ശരി സാർ. എത്ര കൂട്ടി വിളിച്ചായാലും ലേലം നമുക്ക് പിടിക്കണം, കേട്ടല്ലോ? ഞാനിപ്പോ വരാം, വിട്ടുകൊടുക്കരുത്. 15 കോടി 16 ലക്ഷം രൂപ രണ്ട് തരം. 15 കോടി 17 ലക്ഷം. ഹലോ 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 ഹലോ. പറ്റാത്തുള്ളൂ കിടവാ. നിന്നെ വിളിച്ചത് ഞാനാ. നിനക്ക് നിന്റെ മകളെ വേണോ അതോ ഈ വീട് വേണോ എന്നൊന്ന് അറിയണമെന്ന് തോന്നി, അതാ വിളിപ്പിച്ചത്. ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണോ ശ്രമം? ആണെങ്കിൽ ഒരു കാര്യവുമില്ല, ഈ ലേലം ഞാൻ പിടിക്കും. എന്നെ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കാൻ എനിക്ക് വീണ് കിട്ടിയ ഒരു അവസരമാ. അത് ഞാൻ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തും. എന്നെ ഇവിടെ തടഞ്ഞു നിർത്തിയാലും എന്റെ ആളുകൾ ലേലം ഉറപ്പിക്കാനായി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എത്ര പേരെ തടഞ്ഞു വെക്കാനാവും? അതിന് മുകളിലും ആളുകളെ കൊണ്ടുവരാൻ ഈ സുബൈറിന് കഴിയും. നീ എന്താടാ അഹങ്കാരം പറയുന്നോടാ, അതും എന്റെ അടുത്ത്? എന്നെ നിനക്കറിയില്ല, ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കിട്ട് ഞാൻ കത്തിക്കും.
ഒരു രോമം പോലും കണ്ടെടുക്കുകയല്ല പോലീസ്. ഒരു കുന്ത്രാണ്ടം വെച്ച് നിനക്കറിയാവോടാ, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊല നടത്താൻ മിടുക്കനാടാ ഞാൻ. എന്റെ അടുത്ത് അവന്റെ ഒരു നാവാട്ടം അല്ലേടാ.